നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിഹ്നം പഠിച്ചു അല്ലേ? ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും ചിഹ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ചേർത്ത് നീട്ടി വായിക്കുന്നു. മാ, പാ, താ, വാ അല്ലേ? ആ ചേർത്ത് നീട്ടി വായിക്കുന്നു. അപ്പോൾ ഇവ വെച്ചുള്ള വാക്കുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വായിക്കാം. എന്താണ്? വായിക്കാം. മായുടെ അടുത്ത് ആ ചിഹ്നം വരുമ്പോൾ നമ്മൾ എന്ത് വായിക്കുന്നു? മാന്ന് വായിക്കുന്നു അല്ലേ? ഇത് മാ. അപ്പോൾ മാ വെച്ച് നമുക്കൊരു വാക്ക് പറയാം. എന്താണ്? മായുടെ അടുത്ത് ലാ ഇട്ട മ ല മല. എന്താണ്? മ ല മല. ഇനി നമുക്ക് മായുടെ അടുത്ത് ആ ചിഹ്നം വരുമ്പോൾ മാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അപ്പം മാ വെച്ചുള്ള വാക്കാണ് എന്താണ്? ആ ചിഹ്നം മാ ല മാല മാല. ആ ചിഹ്നം എന്ത് വായിക്കുന്നു? മാ ല. മാൻ്റെ അടുത്ത് ല വരുമ്പോൾ മാല. ഇത് മാ എന്ന അക്ഷരമാണ്. മായുടെ അടുത്ത് ആ ചിഹ്നം വന്ന് ഇത് വേറെ പുതിയൊരു അക്ഷരമാണ്. മാ. ഇത് മാ. ഇത് മാ. ഇത് മാ. ഇത് മാ. ഇനി അടുത്തത് എന്താണ്? ഇത് പാ പഠിച്ചു നമ്മളല്ലേ? പാ വെച്ചിട്ട് നമുക്കൊരു വാക്ക് പറയാം. പ റ പറ. പ റ പറ. അടുത്ത അക്ഷരം പ ആ ചിഹ്നം പാ. പ ആ ചിഹ്നം പാ. ഈ പാ മറ്റൊരക്ഷരമാണ്. എന്താ ഇത്? പാ ആണ്. ഇത് പ. ഇത് പാ. പാൻ്റെ അടുത്ത് റായിട്ട പാറ. പായുടെ അടുത്ത് റാട്ട പറ. ഇത് പാറ. ആ ചിഹ്നം പാറ. പാറ. ആ ചേർത്ത് നീട്ടി വായിക്കണം കേട്ടോ. അടുത്തത് താ. താ. അപ്പോൾ ത ല തല. താഴെ അടുത്ത് ലായിട്ട ത ല തല. താഴെ അടുത്ത് ആ ചിഹ്നം ഇട്ടാലോ? താ. ഇത് മ. ഇത് ര. താ മ. താമ ര. താമ ര. ഇങ്ങനെ വിരൽ വെച്ച് തന്നെ ഓരോ അക്ഷരങ്ങളും കുട്ടികൾ സ്വയം വായിച്ച് പഠിക്കണം കേട്ടോ. നന്നായിട്ട് റീഡ് ചെയ്യണം. മ ല മല. ആ ചിഹ്നം മാ ല മാല. ആ ചിഹ്നം മാ ല മാല. പ റ പറ. പ റ പറ. ആ ചിഹ്നം പാ റ. പാ റ പാറ. ആ ചിഹ്നം പാ റ. പാ റ പാറ. ത ല തല. ത ല തല. ആ ചിഹ്നം താ മ ര. താമ ര. താമര. താമ ര. താമര. ആ ചിഹ്നം വരുമ്പോൾ കുട്ടികൾ നന്നായിട്ട് നീട്ടി വായിക്കണേ. ആ ചിഹ്നം പാ വ. പാ വ പാവ. പാ വ പാവ. ആ ചിഹ്നം പാ ല. പാ ല പാല. പാ ല പാല. ആ ചിഹ്നം പാ. പാ വേറെ അക്ഷരമാണ്. പാ വേറെ അക്ഷരമാണ് കേട്ടോ. ആ ചിഹ്നം പാ ത പാത. 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 ആ ചിഹ്നം വാ ര. വാര. 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 ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും നന്നായി വിരൽ വെച്ച് കുട്ടികൾ സ്വയം കൂട്ടി പറഞ്ഞ് വായിക്കണം. നന്നായിട്ട് ആ റീഡിങ് കൺസെപ്റ്റ് ഉണ്ടാണ്. ഒരു 4-5 പ്രാവശ്യം വീടുകളിൽ നിന്ന് വിരൽ വെച്ച് തന്നെ കുട്ടികളെ കൊണ്ടിത് റീഡ് ചെയ്യിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഇത് പഠിക്കുകയുള്ളൂ. ഇത് കൺസെപ്റ്റ് ആവുള്ളൂ. മറ്റൊന്നും കൊണ്ടും കുട്ടികൾക്ക് എഴുതി പഠിച്ചാലൊന്നും ഇത് മനസ്സിലാവില്ല. വായിച്ച് തന്നെ പഠിക്കണം. ഓക്കെ.